നമസ്കാരം. ബംഗളൂരുവിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു കൂടിക്കാഴ്ചയാണ്. വ്യവസായ പ്രമുഖനും അദാനി ഗ്രൂപ്പ് ചെയർമാനുമായ ഗൗതം അദാനിയും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഓഗസ്റ്റ് 23 ഞായറാഴ്ച ബംഗളൂരുവിലെ മുഖ്യമന്ത്രിയുടെ സദാശിവനഗർ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. സാധാരണ നിലയിൽ ഒരു വ്യവസായ പ്രമുഖൻ ഒരു മുഖ്യമന്ത്രിയെ കാണുന്നതിൽ അസാധാരണമായ ഒന്നുമില്ല. പക്ഷേ ഈ കൂടിക്കാഴ്ചയുടെ സമയമാണിപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കാരണം ബംഗളൂരുവിൽ നിർദ്ദേശിച്ചിരിക്കുന്ന 16.75 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണൽ റോഡ് പദ്ധതിയുടെ 2 പാക്കേജുകളിലും ഏറ്റവും കുറഞ്ഞ ടെൻഡർ തുക, അതായത് L1 ബിഡറായി അദാനി എന്റർപ്രൈസസ് മുന്നിലെത്തിയിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പ് സമർപ്പിച്ചിരിക്കുന്ന തുക 22,267 കോടി രൂപയാണ്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം വ്യക്തമാക്കണം. L1 ബിഡറായി മാറിയത് കൊണ്ട് മാത്രം കരാർ അദാനിക്ക് ലഭിച്ചു എന്ന അർത്ഥമില്ല. കരാർ ഔദ്യോഗികമായി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പറയാവുന്നത് അദാനി എന്റർപ്രൈസസ് ഏറ്റവും കുറഞ്ഞ ബീഡ് നൽകിയ കമ്പനിയാണ് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ടണൽ റോഡ് പദ്ധതി എന്താണ്? ബംഗളൂരുവിലെ സെൻട്രൽ സിൽക്ക് ബോർഡിൽ നിന്ന് ഹെബ്ബാൾ വരെ ബന്ധിപ്പിക്കുന്ന വലിയൊരു ഭൂഗർഭ റോഡ് കോറിഡോറാണ് പദ്ധതി. ബംഗളൂരുവിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഗതാഗത മേഖലകളെ ഭൂഗർഭ പാതയിലൂടെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതി എന്ന നിലയിൽ ഇത് വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ്. പക്ഷേ പദ്ധതിയുടെ ചെലവും നടത്തിപ്പുമെല്ലാം ഇതിനകം തന്നെ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. അദാനി എന്റർപ്രൈസസ് സമർപ്പിച്ചിരിക്കുന്ന ബീഡ് തുക 22,267 കോടി രൂപ. കർണാടക സർക്കാർ ആദ്യം കണക്കാക്കിയിരുന്ന പദ്ധതി ചെലവിനേക്കാൾ ഈ തുക ഉയർന്നതാണെന്നാണ് മറ്റൊരു പ്രധാന വിഷയം. പദ്ധതി നടപ്പാക്കുന്നത് മാറ്റം വരുത്തിയ ബൂട്ട് മോഡലിലൂടെയായിരിക്കും. ബിൽഡ്, ഓൺ, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന രീതിയിലുള്ള സംവിധാനമാണിത്. ഇതിൽ സർക്കാർ ഭാഗത്തു നിന്ന് VLT ഗ്യാപ് ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള പിന്തുണ ഉണ്ടാകും. പദ്ധതിയുടെ ഏകദേശം 40% ചെലവ് സർക്കാർ വഹിക്കുകയും സ്വകാര്യ കൺസെഷനെയർ ദീർഘകാല കൺസെഷൻ കാലയളവിലൂടെ നിക്ഷേപം തിരിച്ചുപിടിക്കുകയും ചെയ്യുന്ന രീതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ വീണ്ടും പറയേണ്ടത് ഒന്നു മാത്രം: അദാനിക്ക് പദ്ധതി ഔദ്യോഗികമായി അനുവദിച്ചിട്ടില്ല. ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും സർക്കാർ അന്തിമ തീരുമാനം എടുക്കുകയും വേണം. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഗൗതം അദാനി മുഖ്യമന്ത്രി DK ശിവകുമാറിനെ നേരിൽ കണ്ടത്. അതാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നത്. ഇനി ഈ വിഷയത്തെ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി നോക്കാം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദാനി ഗ്രൂപ്പിനെതിരെ ശക്തമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചിട്ടുള്ള നേതാവാണ്. വൻകിട കോർപ്പറേറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ അനുകൂല പരിഗണന നൽകുന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധി പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. അദാനിയെയും അംബാനിയെയും ഉൾപ്പെടെയുള്ള വൻകിട വ്യവസായ ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പല രാഷ്ട്രീയ പ്രസംഗങ്ങളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദാനി ഗ്രൂപ്പിന് അടുത്ത ബന്ധമുണ്ടെന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും കോൺഗ്രസ് പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ്. അദാനിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയെ അദാനി നേരിട്ട് സന്ദർശിക്കുന്നത് എങ്ങനെ കാണണം? ഇത് സ്വാഭാവികമായ ഒരു വ്യവസായ സർക്കാർ കൂടിക്കാഴ്ചയാണോ? അല്ലെങ്കിൽ വലിയൊരു പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഇടപെടലാണോ? ഇവയ്ക്കുത്തരം പറയേണ്ടത് ബന്ധപ്പെട്ട സർക്കാരും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമാണ്. ഇവിടെ മറ്റൊരു രാഷ്ട്രീയ വിരോധാഭാസം ചർച്ചയാകുന്നുണ്ട്. ഒരു ഭാഗത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി അദാനിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. മറുവശത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അദാനി ഗ്രൂപ്പ് ഒരു വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതിയുടെ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ ബിഡറായി മുന്നിലെത്തുന്നു. അതേസമയം മുഖ്യമന്ത്രി DK ശിവകുമാറുമായി അദാനി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഇതോടൊപ്പം മറ്റൊരു സംഭവം രാഷ്ട്രീയ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു പോർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പങ്കെടുത്തിരുന്നു എന്നതും രാഷ്ട്രീയ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് രാഷ്ട്രീയത്തിന്റെ ഇരട്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് ചോദ്യമുയരുന്നത്. എന്നാൽ ഇതിനെ ഒരു നിഗമനമായി കാണേണ്ടതില്ല. കാരണം സർക്കാരും സ്വകാര്യ കമ്പനികളും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പലപ്പോഴും നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂടിക്കാഴ്ച മാത്രം അടിസ്ഥാനമാക്കി രാഷ്ട്രീയ ബന്ധമോ ഇടപാടിലെ ക്രമക്കേടോ ആരോപിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: 22,267 കോടി രൂപയുടെ പദ്ധതി ആയതിനാൽ തന്നെ ഇതിൽ വലിയ പൊതു താല്പര്യമുണ്ട്. പദ്ധതിയുടെ അന്തിമ ചെലവ് എത്രയായിരിക്കും? സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത എത്രയായിരിക്കും? 40% സർക്കാർ പിന്തുണ എന്ന ഘടനയിൽ പൊതുഖജനാവിന് ഉണ്ടാകുന്ന ബാധ്യത എത്ര? 30 വർഷത്തെ കൺസെഷൻ കാലയളവിൽ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കും? ടണൽ റോഡിന്റെ ഉപയോഗത്തിനുള്ള നിരക്ക് എങ്ങനെ നിശ്ചയിക്കും? പദ്ധതിയുടെ പാരിസ്ഥിതികവും നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഇതെല്ലാം പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അദാനി ശിവകുമാർ കൂടിക്കാഴ്ച മാത്രമല്ല, 22,267 കോടിയുടെ പദ്ധതിയുടെ മുഴുവൻ സാമ്പത്തിക ഘടനയും സുതാര്യമായി പുറത്തുവരണം എന്നതാണ് പ്രധാന ആവശ്യം. ടെൻഡർ നടപടിക്രമം എങ്ങനെയാണ് നടന്നത്? മറ്റ് കമ്പനികൾ എത്ര തുകയാണ് ക്വാട്ട ചെയ്തത്? അദാനി എന്റർപ്രൈസിന്റെ ബീഡ് എങ്ങനെയാണ് L1 ആയത്?
സർക്കാരിന്റെ പ്രാഥമിക കണക്കിനേക്കാൾ ഉയർന്ന തുക അംഗീകരിക്കാനാകുമോ? പദ്ധതിക്ക് സർക്കാർ നൽകേണ്ട പിന്തുണ എത്രയായിരിക്കും? കരാർ ലഭിച്ചാൽ അതിന്റെ നിബന്ധനകൾ എന്തായിരിക്കും? ഇവയുടെ മറുപടികളാണ് യഥാർത്ഥത്തിൽ നിർണായകം. ഇതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പഴയ അദാനി വിമർശനങ്ങളും സ്വാഭാവികമായും രാഷ്ട്രീയ ചർച്ചയിൽ വരും. കാരണം രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് ദേശീയ തലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതേ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങളുമായി അതിന് താരതമ്യം ചെയ്യുന്നത് രാഷ്ട്രീയ എതിരാളികൾ സാധാരണയായി ചെയ്യുന്നതാണ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ അതിന്റെ മറുവശം കാണണം. ഒരു കമ്പനിക്കെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നതും ആ കമ്പനിക്ക് നിയമപരമായ ടെൻഡർ നടപടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ സുതാര്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനം എടുക്കേണ്ടത്. അതിനാൽ അദാനി L1 ബിഡർ ആയത് മാത്രം രാഷ്ട്രീയ വിവാദത്തിന്റെ തെളിവല്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അദാനിയെ കണ്ടത് മാത്രം എന്തെങ്കിലും തെറ്റായ ഇടപാടിന്റെ തെളിവുമല്ല. എന്നാൽ വലിയ പൊതുപണം ഉൾപ്പെടെയുള്ള പദ്ധതിയായതിനാൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ബംഗളൂരുവിന് ടണൽ റോഡ് വേണമോ? ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ഇത്രയും വലിയ നിക്ഷേപം ആവശ്യമായിരിക്കുമോ? 22,267 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാനത്തിന് സാമ്പത്തികമായി ഗുണകരമാകുമോ? സ്വകാര്യ കമ്പനിക്ക് നൽകുന്ന കൺസെഷൻ നിബന്ധനകൾ പൊതുജനങ്ങൾക്ക് അനുകൂലമാണോ? ഇവയ്ക്കാണ് സർക്കാർ വ്യക്തമായ മറുപടി നൽകേണ്ടത്. അതിനുശേഷം മാത്രമേ ഈ പദ്ധതിയെക്കുറിച്ചുള്ള രാഷ്ട്രീയവാദ പ്രതിവാദങ്ങൾക്ക് യഥാർത്ഥ അർത്ഥമുണ്ടാകൂ. അദാനി ശിവകുമാർ കൂടിക്കാഴ്ച ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. ഒരു വശത്ത് അദാനി ഗ്രൂപ്പിന്റെ വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികളിലെ പങ്കാളിത്തം, മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ അദാനി വിമർശനം. ഇതിനിടയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അദാനി എന്റർപ്രൈസസ് 22,267 കോടി രൂപയുടെ ടണൽ റോഡ് ബീഡിൽ മുന്നിലെത്തിയിരിക്കുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾ എന്തായാലും അന്തിമമായി വിലയിരുത്തേണ്ടത് ടെൻഡർ നടപടിയുടെ സുതാര്യതയും പദ്ധതിയുടെ സാമ്പത്തിക പ്രയോജനവും പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബാധ്യതയുമാണ്. കരാർ ഔദ്യോഗികമായി ആർക്കാണ് ലഭിക്കുക? അദാനിക്ക് തന്നെയാകുമോ? അല്ലെങ്കിൽ നടപടിക്രമത്തിന്റെ അടുത്ത ഘട്ടങ്ങളിൽ മറ്റൊരു തീരുമാനം ഉണ്ടാകുമോ? 22,267 കോടി രൂപയുടെ ഈ വൻകിട പദ്ധതിയുടെ അന്തിമ രൂപം എന്തായിരിക്കും? അതറിയാൻ ഇനി കാത്തിരിക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പ്: ബംഗളൂരുവിന്റെ ടണൽ റോഡ് ഇനി ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതി മാത്രമല്ല, കർണാടക രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരേപോലെ ചർച്ചയാകുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതും വിശദമായി പരിശോധിക്കാം. വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.